നൊവേനയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച് മിഖാൽ മാലാഖയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈ നൊവേനയെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ ആക്കുളം ചുഴികുന്നേൽ ജോർജ് ജോസഫും കുടുംബാംഗങ്ങളും, വെട്ടിക്കാട്ട് ഡോണ, പഞ്ഞാക്കിയിൽ മറിയം ഇസബൽ ജോസ്, മറിയം കുറവലങ്ങാട്, മണ്ണൂർ സെബാസ്റ്റ്യൻ ജോസഫ്, മണ്ണൂർ മൈക്കിൾ സെബാസ്റ്റ്യൻ, മണ്ണൂർ ജോ സെബാസ്റ്റ്യൻ, മണ്ണൂർ റാഫേൽ സെബാസ്റ്റ്യൻ, തൊമ്മിത്താഴെ അമലു നച്ചിത്തൊഴു, അറക്കൽ നവീൻ, മാളികയ്ക്കൽ ജിയായും ജിനുവും, ഞാവള്ളർ റോസി, സ്റ്റാൻലി, അഞ്ചലിപ്പ, ഈ സഹോദരങ്ങളെയെല്ലാം പ്രത്യേകിച്ച് നമുക്ക് മാലാഖയുടെ മാധ്യസ്ഥന് വേണ്ടി സമർപ്പിക്കാം. തർപ്പേൽ തങ്കച്ചനും കുടുംബാംഗങ്ങളും, കരിനാട്ട് KCFനും കുടുംബാംഗങ്ങളും, കുമ്പിളിവേലിൽ റോഷ്നി മേരി ഷാജിയും നെടുങ്ങുന്നും, കാരക്കട ജയ്സമ്മ ദേവസ്യായും കുടുംബാംഗങ്ങളും, നടയിൽ ജോസഫും കുടുംബാംഗങ്ങളും, ചേരാടിൽ തങ്കമ്മ ദേവസ്യായും കുടുംബാംഗങ്ങളും, പള്ളിപ്രതിശ്ശേരിൽ ജോയ് മാത്യു, പള്ളിപ്രതിശ്ശേരിൽ ജോബിൻ ബിജോയ് ഗോവ, പള്ളിപ്രതിശ്ശേരിൽ ജോസ്റ്റർ ജോയ് മാംഗ്ലൂർ, തൂങ്കുഴി ഡോൺ ജോബി തിരുവനന്തപുരം, കൊള്ളിക്കുളവിൽ ജിജി, ചേരാടിൽ CK ടോമിയും ഗ്രേസിക്കുട്ടിയും ഒരു വിശ്വാസി, തെമ്പിലങ്ങാട്ട് തങ്കച്ചനും കുടുംബാംഗങ്ങളും, പാട്ടത്തിൽ മാത്യു, മരിയറ്റ ജോസ്, പൂക്കുളം ജിയോ, പടിഞ്ഞാറ്റയിൽ അനിറ്റ P ജോസ്, തെമ്പിലങ്ങാട്ട് ജുവൽ എബ്രഹാം UK, തെമ്പിലങ്ങാട്ട് രമ്യ റോബിൻ, കടുവനാൽ ഷാലു ജോസഫ് മണിവല, മണ്ണൂർ സെബാസ്റ്റ്യൻ ജോസഫ്, മയിലാടിയിൽ ഇസബൽ UK, തർപ്പേൽ രാജേഷും കുടുംബാംഗങ്ങളും, കുന്നംപുറത്ത് പാപ്പച്ചനും കുടുംബാംഗങ്ങളും, കരിനാട്ട് ടോം സെബാസ്റ്റ്യനും കുടുംബാംഗങ്ങളും, തെക്കേമുറിയിൽ സ്നേഹാസ് എബ്രഹാം, കളത്തൂക്കരനാട്ട് ചാർലിയും കുടുംബാംഗങ്ങളും, കുറ്റാരപ്പള്ളിയിൽ ലിൻസി USA, പുല്ലാട്ട് ചാക്കോച്ചനും കുടുംബാംഗങ്ങളും, ആനിക്കാട് ഒരു വിശ്വാസി, പുനത്താനത്തൂന്നേൽ അനുവും ആശിഷും പാല, കുനമ്പാലിയിൽ റിയ ഷിബു, അറക്കൽ ഷാജിയും കുടുംബാംഗങ്ങളും, തെക്കേമുറിയിൽ സ്റ്റെഫിൻ എബ്രഹാം, വെട്ടിമല ലാലും കുടുംബാംഗങ്ങളും. ഇവരെ എല്ലാവരുടെയും ഇവരുടെ നിയോഗങ്ങളെയും പ്രത്യേകമായിട്ട് നമുക്ക് ഈ നൊവേനയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലായിടത്തും പ്രവർത്തിക്കുവാനായിട്ട് ഇടയാവട്ടെ. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ദൈവമേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. കർത്താവെ, പ്രത്യേകിച്ച് ഈ നിയോഗങ്ങൾ സമർപ്പിച്ച എല്ലാ വ്യക്തികളെയും അവരുടെ വിവിധങ്ങളായിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ആപത്തുകളിൽ തുണയും, സങ്കടങ്ങളിൽ ആശ്വാസവും, പരീക്ഷകളിൽ ബലവും നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. പ്രത്യേകിച്ച് കുട്ടികളുടെ പഠന നിയോഗങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ, ജോലിക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ, വിവാഹത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, വലിയ കടബാധ്യതകളിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ, പാപകരമായ സാഹചര്യങ്ങൾ അതിജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ, ഇവരെ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ മാലാഖയുടെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ദൈവമേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. കർത്താവേ കരുണയായിരിക്കണമേ, ഈശോയെ കൃപയായിരിക്കണമേ, ഈശോയെ കരുണയായിരിക്കണമേ. ഈ സമൂഹത്തെ മുഴുവനും സമർപ്പിക്കുന്ന, സമൂഹമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരെയും നിയോഗങ്ങൾ സമർപ്പിച്ചവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഇവരെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട്, ഇവരുടെ നിയോഗങ്ങൾ ദൈവഹിതമെങ്കിൽ നടപ്പാക്കപ്പെടുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗീയ സൈന്യാധിപാ ദൂതനാം മീഖായേലേ, മധ്യസ്ഥം തേടി വരും ഞങ്ങളെ കാത്തിടണേ. മാലാഖാവൃന്ദത്തിൻ്റെ മുഖ്യനാം ദൈവദൂതാ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ കാത്തിടണേ. ജീവിതയാത്രയിലും പ്രതിസന്ധി വേളയിലും സന്ദേശവാഹകനായി ഞങ്ങൾ
ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സർവശക്തനും പരമപരിശുദ്ധനുമായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന മലാഖമാരോടുകൂടെ ഞങ്ങളും ഉദ്ഘോഷിക്കുന്നു. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അങ്ങയുടെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, മലാഖമാരുന്നു അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചുവല്ലോ. ഞങ്ങളെ സംരക്ഷിക്കുവാനായി മലാഖമാരെ അങ്ങ് നിയോഗിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സർവ്വസൈന്യാധിപനും മുഖ്യദൂതനുമായ വിശുദ്ധ മിഖായേൽ മലാഖായ സഭയുടെ കാവൽക്കാരനും ഞങ്ങളുടെ പ്രത്യേക സംരക്ഷകനുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ മിഖായേൽ മലാഖായുടെ മാസിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന ഈ സമൂഹത്തെ അങ്ങ് കനിവോടെ തൃക്കൺ പാർക്കണമേ. ജീവിതക്ലേശങ്ങളാലും ആത്മീയവും ശാരീരികമായും മാനസികമായ അഥകളാലും ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളെ സംരക്ഷിക്കുവാൻ അവിടുത്തെ മുഖ്യതനോടും കൽപ്പിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി സർവേശ്വരായ എന്നേക്കും. ദൈവേന തന്നെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ വിശുദ്ധ മിഖായേലേ, മലാഖവൃന്ദത്തിന് തലവനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് വഴികാട്ടിയാകണമേ. ഞങ്ങളുടെ പ്രത്യേക സംരക്ഷകനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങളെ സഹായിക്കണമേ. ദൈവനീതിയുടെ പാലകനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്കിപ്പോൾ ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് വാങ്ങിത്തരണമേ. ദൈവത്തിന്റെ സർവ്വസൈന്യാധിപനായ വിശുദ്ധ മിഖായേലേ, ദൈവവിധാനുസൃതം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മുഖ്യദൂതനായ മിഖായേലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയുടെ മുഖ്യദൂതനും സർവ്വസൈന്യാധിപനുമായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാസം യാചിച്ചുകൊണ്ട് ദുഃഖിതരും ക്ലേശരും രോഗികളും ആകുലരുമായി ദാസർ തിരുമുമ്പിൽ അർപ്പിക്കുന്ന യാചനകളെ കരുണാപൂർവ്വം സ്വീകരിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി സർവേശ്വരായ എന്നേക്കും. ക്രിസ്തുവിൻ സഭതൻ പരിപാലക മുഖ്യനാം മിഖായേലേ, ദുശക്തികളെ ദൂരയകറ്റുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അന്ധകാരം തിങ്ങും ദുർഘടവീതിയിൽ ഇടറാതെ നയിക്കണമേ. ദുഷ്ടർതൻ കെണികളിൽ വീഴാതെ ഞങ്ങൾക്കായി കാവലാകേണമെന്നും. നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രത്യാശയോടും കൂടെ വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി മാസം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവിന്റെ സന്ദേശവാഹനായ വിശുദ്ധ മിഖായേലേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവവചനത്തിനനുസൃതമായി ജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രകാശമായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ദൈവനീതിയുടെ കാര്യസ്ഥനായ മുഖ്യദൂത, ദൈവീയ പുണ്യങ്ങളും മാനുഷ്യ മൂല്യങ്ങളും നിറഞ്ഞ ജീവിതം വഴി യഥാർത്ഥ ക്രിസ്തുശിഷ്യരായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ദുഷ്ടാരൂപിയെ പരാജയപ്പെടുത്തുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വിശുദ്ധ മിഖായേലേ, അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തുവാനും ലോകത്തിന്റെ ദുരാശകളിൽ നിന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനും നിശബ്ദരായി നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ വിശുദ്ധ മിഖായേലിന്റെ മാസത്തിലൂടെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സർവാധിനാഥനാകും ദൈവത്തിൻ ദൂതരേ, നീ ആശ്രയം തേടി വരും ഭക്തരെ കാത്തിടണേ. ഉന്നതസ്ഥാനീയനായി
മിഖായേലേ, നിൻ തിരുച്ചിറകിൻ കീഴിൽ ഞങ്ങളെ കാത്തിടണേ. സത്യസഭയെ നിത്യം കാക്കുന്ന സ്വർഗദൂതാ, അരികിൽ നീയുണ്ടെങ്കിലോ ഭയമില്ലാതെല്ലുമെന്നും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനും സർവസൈന്യാധിപനും മഹാപ്രഭുവുമായ വിശുദ്ധ മിഖായേലേ, ദൈവത്തിന്റെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തത്താലും കുരിശുമരണത്താലും വീണ്ടെടുത്ത സഭയെ പൈശാചിക ശക്തികളിൽ നിന്നും കാത്തു സംരക്ഷിക്കുവാൻ അങ്ങയെ നിയോഗിച്ചിരിക്കുന്നുവല്ലോ. ക്ലേശകരവും അപകടകരവുമായ ഈ ലോക ജീവിതത്തിൽ തിന്മയുടെ ശക്തികളോട് പോരാടുവാനും ദൈവനീതിക്കനുസൃതം ജീവിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. രോഗങ്ങൾ, കടബാധ്യതകൾ, തഴക്കദോഷങ്ങൾ, കലഹങ്ങൾ, മാനസികതകൾ തുടങ്ങിയ ശരീര പ്രശ്നങ്ങളിൽ ഉഴലുന്ന ഞങ്ങളെ സഹായിക്കുവാൻ അങ്ങ് ദൈവത്തിന്റെ മക്കൾ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, യുവതീയുവാക്കന്മാർ, ബാലികാബാലന്മാർ എന്നിവരെ തിന്മയുടെ ശക്തികളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വാധികാരികൾ, രാഷ്ട്രീയാധികാരികൾ എന്നിവർക്ക് അങ്ങയുടെ സംരക്ഷണം എപ്പോഴും അരികിലുണ്ടായിരിക്കട്ടെ. കർത്താവ് രക്ഷിതാത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങാണല്ലോ. ആകയാൽ പിശാചിലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ വിശ്വസ്തമായി അവഹേളിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ ക്ലേശിതരും ദൂരമായ ഞങ്ങളുടെ മേലുണ്ടാകുവാനായി അത്യുന്നതന്റെ മുൻപിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത സഭയെ നാരകീയ ശക്തികളിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യനായ ഈശോ മിഖായേലിനെ സഭയുടെ കാവൽക്കാരനും സംരക്ഷകനുമായി നിയോഗിച്ചുവല്ലോ. അങ്ങയുടെ സർവ്വസൈന്യാധിപനായ മിഖായേൽ മാലാഖയുടെ പ്രത്യേക മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇപ്പോൾ തിരുമുമ്പിൽ സന്നിഹിതരായിരിക്കുന്ന ബലഹീനനും പാപികളുമായി ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഈ ലോക ജീവിതയാത്രയിൽ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വ്യഥകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, മാനസികവും ശാരീരികവും സാമ്പത്തികമായ തകർച്ചകളിൽ നിന്നും, തിന്മയുടെ ഉപദ്രവങ്ങളിൽ നിന്നും, പൈശാചിക ശക്തികളിൽ നിന്നും, പാപസാഹചര്യങ്ങളിൽ ഞങ്ങളെ കാത്തുപരിപാലിക്കുവാൻ അങ്ങയുടെ മുഖ്യനോട് കൽപ്പിച്ചെല്ലുമാറാകണമേ. ലോകം മുഴുവനും അങ്ങയുടെ സർവ്വസൈന്യാധിപനും മുഖ്യനുമായി മിഖായേൽ മാലാഖയെ അറിയുവാനും മാധ്യസ്ഥം യാചിക്കുവാനും ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവിടുത്തെ മുഖ്യതന്നെ മാധ്യസ്ഥം വഴി സാധിച്ചരുമാറാകണമെന്ന് വിനയപൂർവ്വം വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധയുടെ സഹവാസവും നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ ഈശോ മിഖായേലിൻ്റെ അപേക്ഷയും യാചനയും മാധ്യസ്ഥവും ദൈവമക്കളെ നിങ്ങളോട്, നിങ്ങളുടെ നിയോഗങ്ങളോട്, നിങ്ങളുടെ അനുദിന ജീവിതത്തോട്, നിങ്ങളുടെ ഭാവി ജീവിതത്തോടൊപ്പം ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. എഴുന്നേറ്റ് നിൽക്കാം. ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കുർബാനയിൽ ഈ നിയോഗങ്ങൾ സമർപ്പിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെ അതോടുകൂടി സമർപ്പിക്കാം. നമ്മുടെ ഇടവ സമൂഹത്തിൽ നിന്നും മൺമറഞ്ഞു പോയ പൂർവികരെ നമുക്ക് പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം. അവരുടെ അധ്വാനവും അവരുടെ കഷ്ടപ്പാടുമാണ് നമ്മൾ സുരക്ഷിതരായിട്ട് ഇപ്പോൾ ഈ ദൈവാലയത്തിലായിരിക്കുന്നതിൻ്റെ എല്ലാം അർത്ഥം നൽകുന്നത്. പ്രത്യേകിച്ച് മരണമൂലം വാങ്ങിപ്പോയ എല്ലാ പരേതരെയും നമുക്ക് ഈ കുർബാനയിൽ തിരുനാൾ ദിവസത്തിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് അനുസ്മരിക്കാം. പ്രവാസികളായിട്ട് വിദൂരങ്ങളിലെ വിദേശങ്ങളിൽ ജീവിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. ഈ ഇടവകയുടെ ഗുണകാംക്ഷികളായിട്ട് ഇവിടെ നൊവേനയൊക്കെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ ഇടവകളിൽ താമസിക്കുന്ന എല്ലാവരെയും നമുക്ക് അനുസ്മരിക്കാം. മാലാഖയുടെ സംരക്ഷണം യാചിക്കുന്ന എല്ലാവരെയും, മാലാഖയുടെ ഭക്തരായിരിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ ഈ ബലിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുവാനായിട്ടുള്ള അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി ആരംഭിക്കാം. വിശുദ്ധരുടെ
ഇടവ മധ്യസ്ഥൻ്റെ തിരുനാൾ എന്നുള്ള പ്രോപ്രിയായിൽ നിന്നുള്ള ഭാഗം ഇടവ മധ്യസ്ഥൻ്റെ തിരുനാൾ പ്രോപ്രിയായിൽ എടുക്കുക. ആഴപ്പെട്ട അനുതാപത്തോടെ അന്ത്യജനത്തിൻ്റെ ഈ ആത്മവലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശ എപ്പോഴും നയിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. തലകുനിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഇടവ മധ്യസ്ഥൻ്റെ തിരുനാൾ പ്രോപ്രിയായിൽ നിന്ന് എടുക്കുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരാൻ ഞങ്ങളെ വിളിച്ചതിന് അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. ദാഹജലത്തിനു കേണിയിടും വിണ്ടുവരണ്ട നിലം പോലെ നിന്നെ പാർത്തു വസിക്കുന്നേൻ നാഥാ, നീയാണെൻ ദൈവം. നീതിയെഴുന്നോനേ ഭൂവിൽ കർത്താവിൻ തിരുഭവനത്തിൽ അങ്കണമധ്യേ ലെബനോനിൽ തനുവിനു തുല്യം പുഷ്പിക്കും. നീതി എഴുന്നോർ കർത്താവിൻ ആനന്ദിച്ചിടുമെന്നാളും ആശ്രയമങ്ങിലണച്ചിടും നിർമ്മലരെന്നും സ്തുതി പാടും. താവകഭീതി വരിച്ചിടാൻ അർഹതയുള്ളോർ ഭാഗ്യധനൻ, തിരുഭവനത്തിൽ പാർക്കാനായി നിൻകരം അവനെ നയിച്ചിടും. അവനെന്നും നിൻ ഭവനത്തിൻ നന്മയിലും പരിശുദ്ധിയിലും ഭയവും ഭക്തിയും ഉളവാക്കും, നിന്നീതിയിലും സംപ്രീതൻ. താതനും അതുപോലെ ആത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദി മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും.
സർവ്വജ്ഞനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാമുത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാമുത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാമുത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. തലവനിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതലെന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, മിഖായേലിൻ തിരുനാളിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, മിഖായേലിൻ തിരുനാളിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, മിഖായേലിൻ തിരുനാളിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ പലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി സർവേശ്വരായ എന്നേക്കും.
സഹോദരരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. മിശിഹ അനുഗ്രഹിക്കട്ടെ. അവർ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സൈന്യാധിപന്മാരും സദുക്കായരും അവർക്കെതിരെ ചെന്നു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവരുടെ ഉദ്ധാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഇക്കൂട്ടർ വളരെ അസ്വസ്ഥരായിരുന്നു. അവർ അവരെ പിടികൂടി സന്ധ്യയായതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗൃഹത്തിൽ സൂക്ഷിച്ചു. അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളമായി. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യാഭാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു: എന്തധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പത്രോസ് പറഞ്ഞു: ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സത്പ്രവൃത്തിയെക്കുറിച്ചാണ് എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയതിനെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനവും മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട് പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ പാടിയിടുന്നേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. ആരു വസിക്കും കർത്താവേ നിൻ കൂടാരത്തിൽ പാവനഗിരിയിൽ. കറകൂടാതെ ചരിക്കുന്നവനും നീതിയിലെന്നും നിലനിൽപ്പവനും നാവിൽ വഞ്ചനയില്ലാത്തവനും സത്യം മാത്രം പറയുന്നവനും. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവെന്നും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവൻ ജനങ്ങളോട് ഈ ഉപമ പറഞ്ഞു: ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയി. സമയമായപ്പോൾ മുന്തിരി പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ അവനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു. അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. അവൻ മൂന്നാമതൊരുവനെ അയച്ചു. അവർ അവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്ക് എറിയുകയും ചെയ്തു. അപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു: ഞാൻ എന്താണ് ചെയ്യുക? എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും, അവനെ അവർ മാനിച്ചേക്കും. പക്ഷേ കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു: ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. അവർ ഇത് കേട്ടപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഈശോ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു: പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? ആ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും. അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് തൂളിയാക്കും. തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമയെ അവൻ പറഞ്ഞതെന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കി അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവ് ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം.
വിശുദ്ധരുടെ മാതൃക അനുസരിച്ച് അനുദിന ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും സമചിത്തതയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യാനന്ദവും അവർണ്ണ അനുഗ്രഹങ്ങളും അനശ്വര ചിഹ്നം നൽകി വിശുദ്ധരെ അനുഗ്രഹിച്ച മിശിഹായെ സ്വർഗ സൗഭാഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ മാർഗം പിഞ്ചെന്ന ഞങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെ മാതൃക അനുസരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടാനും വിശുദ്ധിയിൽ വളരാനും വരം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരായിരുന്ന ദാസരെ പോലെ അങ്ങ് നൽകിയ താളന്തുകളെ പ്രയോജനപ്പെടുത്താനും വർദ്ധിപ്പിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെ പ്രാർത്ഥനയാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ ദുരുപദാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോസ് മെത്രാനെയും മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ. ഈ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. വിശുദ്ധരുടെ പ്രാർത്ഥനകളാൽ അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരാകുകയും നിത്യാനന്ദത്തിൽ പങ്കുകാരാകുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പിനെ തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തം കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധ റൂഹായുടെ കൃപാവരത്താൽ യഥാർത്ഥ ശുശ്രൂഷയുടെ കൃപകൾ കൈവപ്പോഴും നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നീതിമാന്റെ സ്മരണ നിത്യം നിലനിൽക്കും. നാഥനോടൊപ്പം നിൻ സ്മരണകളീ സഭയിൽ ദീപ്തം സമ്പൂർണം. എളിമയോടെ നീ മിശിഹാതൻ സ്ലീവാ കൈകളിലേന്തി സദാ പൂർണ്ണതയോടെ കൽപ്പനതൻ മാർഗം പിഞ്ചെന്നിടുകയാൽ തിരുനാഥൻ നിന്നെ കൈക്കൊണ്ടു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ദൈവമാതാവായ കനികാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ.
ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലിത്താന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അടുത്തവത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റുഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ.
ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖിലചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവമായി തിരുക്രമം പ്രത്യാശാപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000 മഹോന്നതനായി അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതലോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. തലകുനിക്കുക. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിൻ്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായിക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫായേൽ മെത്രാപ്പൊലീത്തായിക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ഔസേപ്പ് മെത്രാപ്പൊലീത്തായിക്കും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധ്യക്ഷമായ മാർ ജോസ് മെത്രാനും സഭാ ശുശ്രൂഷകർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച എല്ലാ പൂർവികർക്കും വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും അനാഥരും പ്രവാസികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കനികാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതർ, സഭാ ശുശ്രൂഷകർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. തലകുനിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം. കർത്താവേ, നിൻ്റെ പരിശുദ്ധ റൂഹായി എഴുന്നള്ളി വരട്ടെ. നിൻ്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ.
എൻ്റെ അപരാധനിശേഷം കഴുകിക്കളയണമേ, പാപങ്ങളിൽ നിന്നെ ശുദ്ധീകരിക്കണമേ. പരിമള സസ്യങ്ങളുടെയും സുദ്രവ്യങ്ങളുടെയും നാഥ വാഗ്ദാനപീഠത്തിൻ്റെ തൽക്കാര കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹ്റോൻ അർപ്പിച്ചതുപോലെ പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപം അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായി സർവേശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദിവ്യപരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയാ, എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായി ബലിപീഠത്തിന് മുമ്പ് നിൽക്കുന്ന ഈ ശുശ്രൂഷകരെ നീ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന അങ്ങയുടെ സ്വന്തമായി ദൈവജനത്തെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കൽയുടെ സാദൃശ്യോടത്തെ സിംഹാസനവുമായി ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും പരിശുദ്ധവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതിൽ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, വൃത്തത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നെ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാവങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിൻ്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിൻ്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിലവിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കിണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നവൻ്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വയം ആശ്രവദിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. നിനക്ക് വേണ്ടി നിന്റെ ബഹുമാനത്തിനായി അത്യന്തങ്ങളെ വിജയമകളും ചെയ്യുന്നു. സ്വയം ആശീർവദിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, വിശുദ്ധൻ്റെ ഓർമ്മദിനത്തിൽ സകലത്തിൻ്റെയും കർത്താവായ പുത്രൻ്റെ അമൂല്യമായ ശരീരവും ജീവിതേകമായ രക്തവും സ്വീകരിച്ച് സ്തുതി പാടുവിൻ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് തൻ്റെ ബലിപീഠത്തിൽ വിശുദ്ധ മിക്കായേൽ മാലാഖയുടെ ഓർമ്മ ആലിംഗനം ചെയ്തു. ഈശോ നിൻ സ്നേഹമൊന്ന് രുചിച്ചറിയാൻ ഒന്നറിഞ്ഞാൽ മതി എന്നുള്ളിൽ ഈശോ ആത്മാവിലാനന്ദം നിറഞ്ഞൊഴുകാം എൻ യേശുവേ എൻ ദൈവമേ വന്നു വസിക്കണേ എന്റെ ഉള്ളിൽ എൻ യേശുവേ എൻ സ്നേഹമേ എന്നിലലിയണേ എന്നുമെന്നും.
എന്നേശുവേ എൻ ദൈവമേ വന്നു വസിക്കണേ എൻ്റെ ഉള്ളിൽ. എന്നേശുവേ എൻ സ്നേഹമേ എന്നിലലിയണേ എന്നുമെന്നും. ഒന്നു വന്നാൽ മതി എന്നുള്ളിലേശോ നിൻ സ്നേഹമൊന്ന് രുചിച്ചറിയാൻ. ഒന്നറിഞ്ഞാൽ മതി എന്നുള്ളിലേശോ ആത്മാവിലാനന്ദം നിറഞ്ഞൊഴുകാം. എന്നുള്ളിലേശോ നിൻ സ്നേഹമൊന്ന് രുചിച്ചറിയാൻ. ഒന്നറിഞ്ഞാൽ മതി എന്നുള്ളിലേശോ ആത്മാവിലാനന്ദം നിറഞ്ഞൊഴുകാം. എന്നേശുവേ എൻ ദൈവമേ വന്നു വസിക്കണേ എൻ്റെ ഉള്ളിൽ. എന്നേശുവേ എൻ സ്നേഹമേ എന്നിലലിയണേ എന്നുമെന്നും.
മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായെ, നിൻ്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച ഞങ്ങളിൽ നിൻ്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുകയും നിൻ്റെ അഭിഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോട് ഒരുമിച്ച് നിനക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ വിജയം നേടിയ മിശിഹാനാഥ, പരമാരാധ്യൻ രാജമഹേശ, രക്ഷകനായി നീ രാജിക്കുന്നു. ഉന്നതമാകും സ്വലോകത്തിൽ നവജീവൻ തൻ വാഗ്ദാനങ്ങൾ കനിവോടു ഞങ്ങൾ കേകിയ നാഥാ, ദൈവപിതാവിൻ സുതനാമീശോ, കനിവിൻ നാഥാ, ഞങ്ങളിൽ നിന്നും പീഡകളകിലും നീക്കി നിതാന്തം ഞങ്ങൾ മേവും ദേശത്തിങ്ങും കൃപയും ശാന്തിയും നീങ്ങിയിടണമേ. വിധി ദിവസത്തിൽ നിൻ വെളിപാടിൽ ജീവൻ നിന്നിൽ കണ്ടെത്തട്ടെ. തവക ചിത്തം പോലഖിലേശ, ഞങ്ങൾ നിന്നെ എതിരേൽക്കട്ടെ. മാനവവംശത്തിനായി നൽകിയ നിൻ കൃപ ഓർത്തിവരിന്നും ഉഷാരകളാൽ നിൻ തിരുനാമം നിതരാം വാഴ്ത്തി പാടിയിടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കൃതജ്ഞതാ പ്രാർത്ഥനകൾ പ്രോപ്രിയയിൽ നിന്ന്. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടവ മധ്യസ്ഥൻ്റെ ഓർമ്മയാചരിച്ചുകൊണ്ട് സുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവന് ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു. ഈ അമൂല്യദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ മിഖായേൽ മാലാഖയെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുവാനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. മാമോദീസ സലിലത്താൽ തിരുസഭയാകും ഭവനത്തിൽ സുതരായി നമ്മെ ഉയർത്തിയിടും താതനെ വാഴ്ത്താം സാമോദം. മധ്യസ്ഥർ വഴി അനുദിനവും മാതൃക നൽകും തിരുനാഥൻ കൃപയും കരുണയും അനവരതം നിങ്ങളിലെന്നും ചൊരിയട്ടെ. ഏകശരീരം പോലെന്നും സ്നേഹത്തിൽ നിലനിന്നിടാൻ പാവന റൂഹ അനുദിനവും നിങ്ങളോടൊത്തു വസിക്കട്ടെ. ജീവനെഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇത്രയും ദൈവമുള്ള മാതാവേ, നിൻ സങ്കേതത്തിലോടി വന്നു
സർവാധിനാഥനാകും ദൈവത്തിൻ ദൂതനേ നീ ആശ്രയം തേടി വരും ഭക്തരെ കാത്തിടണേ. ഉന്നത സ്ഥാനീയനായി മേവുന്ന മീഖായേലേ, നിൻ തിരുശിരകിൻ കീഴിൽ ഞങ്ങളെ കാത്തിടണേ. സത്യസഭയിൽ നിത്യം കാക്കുന്ന സ്വർഗദൂതാ, അരികിൽ നീയുണ്ടെങ്കിലോ ഭയമില്ലാത്തല്ലോമേ.